സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലിൻ്റെ ആയിട്ട് കണ്ടല്ലോ തന്നെ ഹെഡ് ഷോട്ടോടെ ചലഞ്ച് ലോൺ ബോക്സ് കളിക്കാൻ പോകണമെങ്കിൽ ഹെഡ് ഷോട്ടൊക്കെ കയറോ ഇല്ലയോ നമുക്ക് നോക്കാം. അതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു കുറ്റന്നെ കാര്യങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാണ് കൂട്ടുകാരുണ്ട് ഒരുപടിയും കൂടെ സബ്സ്ക്രൈബ് ചെയ്തതുപോലെ ഈ ഒരു വീഡിയോക്ക് ലൈക്കും കാര്യങ്ങളും ചെയ്യുക. അപ്പം 10 ലൈക്കാണ് ടാർഗറ്റ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആളുടെ നല്ല മഴയും തണുപ്പെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കൈക്കൊരു നമ്മുടെ കൈ അങ്ങോട്ട് വഴങ്ങുന്നില്ല. നമുക്ക് ഗെയിമിലെ കാര്യമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ കയറി ചെല്ലുവാണ് ഡെസേർട്ട് കാണിക്കാണ് എടുത്തിട്ടുള്ള പുള്ളി ആയതുകൊണ്ട് അടിച്ചിടാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. അപ്പോൾ നോക്കണം ഇനിമയാണ് നമുക്ക് ഇങ്ങോട്ട് നേരെ ഫ്രീസും കണക്കി എറിഞ്ഞിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഡെസേർട്ട് വെച്ച് അടിക്കാൻ നോക്കണം, കൊള്ളുന്നില്ല, ശിവരടി അങ്ങോട്ട് കണക്റ്റ് ആകുന്നില്ല. മഴയും കാര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ കൈ കണക്കെ തണുത്തിരിക്കാൻ നോക്കുവാണെങ്കിൽ അവൻ ഇടിച്ചുമില്ല. നോക്കുക നമ്മൾ അപമാനിക്കുന്നത്, ഞാൻ അടിക്കാൻ നോക്കുന്നത് ഒറ്റയ്ക്ക് കൊള്ളുന്നില്ലാണ്ട് ഇവിടെ നിന്ന് അടിക്കാൻ നോക്കുന്നത് അവന് ഇടിച്ച് നമുക്ക് ഡാമേജ് കാണിക്കുന്നത്. ഇപ്പോൾ കിഡിലായിട്ട് ഒരു കിഡിലെ ഹെഡ് കണക്ക് അങ്ങ് അടിച്ചിട്ട് ഒരു ഇമോട്ട് കണക്ക് ഇട്ട് കൊടുത്തിട്ട്, കാരണം നമ്മളെ അവൻ അപമാനിക്കുന്നത് നല്ല ഡാമേജാണ്, ഇടിച്ചില്ല എന്ന് പറഞ്ഞ് കയറി വന്നതാണ് നമ്മൾ അങ്ങനെ തീർത്ത് കൊടുത്ത്. ഇപ്പോൾ അടുത്ത റൗണ്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മളെ റൗണ്ട് ഫിനിഷ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത റൗണ്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഒന്ന് നോക്കുന്ന WM2B ആണ്. ഞാൻ ചാടി അടിക്കാന്ന് പറഞ്ഞു, ഒരടി അടിച്ച് രണ്ടാമത്തെ അടി കൊടുക്കുന്നതിന് മുമ്പ് അവൻ നമ്മളെ ഫിനിഷ് ചെയ്ത്. ഒന്ന് നോക്കില്ല അടുത്ത റൗണ്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ റൗണ്ട് എന്താണ് അവൻ നമ്മൾ ഫിനിഷ് ചെയ്യുന്നതാണ് പതുക്കെ കളിക്കാന്ന് വെച്ച്, കാരണം നോക്കി കളിക്കുക. അവന് MA2B കിട്ടിലായിട്ട് കളിക്കുന്നത് ഒരടി അടിച്ച് ഗ്ലൂ ആൾ കളിക്കിട്ട് അതടിക്കിട്ട് നേരെ കൊടുത്തു. എൻ്റെ മോനെ സാധനം കിടിലെ ഹെഡ് ഇങ്ങനെയൊക്കെ കൊടുത്ത് അവനെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത റൗണ്ട് അങ്ങനെ വന്നേക്കുവാണ് 4-4 5ാമത്തെ റൗണ്ട്. ഇപ്പോൾ ഈ ഒരു റൗണ്ടിലാണ് ഞാൻ അവനെ കാണാത്തതുകൊണ്ട് തന്നെ ഇവിടെ നേരെ ഒരു ഫ്രീസിങ് എനിക്ക് എടുത്തെറിഞ്ഞു. കാരണം നമ്മൾ അതിലാകും വരുവാണ് ഡാമേജ് കിട്ടുക, നമുക്ക് അറിയുകയും ചെയ്യുമല്ലോ. ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് വന്നപ്പോഴത്തേനും അണ്ടേഴ്സിൽ നിൽക്കുന്ന ഒരു ബോഡി ഷോട്ട് കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് വന്ന് അവനെ അറിയിക്കാം. കിഡിലായിട്ടൊരു ഹെഡ് ഇങ്ങനെ കൊടുത്ത് അവനെ ഫിനിഷ് ചെയ്യുന്ന നേരെ 3-2 ആക്കിയിട്ടുണ്ട്. അപ്പം അടുത്ത റൗണ്ട് നേരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ 6ാമത്തെ റൗണ്ട് വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും ഫ്രീസ് കയറി എടുത്തെറിഞ്ഞ് നേരെ ഇതിലെ കയറി ചെല്ലുവാണ്. അവൻ നമ്മളെ വെയിറ്റ് ചെയ്ത് കയറി നിൽക്കുകയാണ്. കാരണം മുമ്പത്തെ പോലെ അവൻ മണ്ടത്തരം കാണിക്കാൻ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ ഒരു ഫ്ലാഷ് മോബും കണക്ക് എടുത്തെറിഞ്ഞ് നേരെ ഇന്ന് അവന് കണ്ണടിച്ചു വരുന്നത് അടിക്കാതെ നിൽക്കുന്നത് ഒരു ഡാമേജ് കൊടുത്ത് അത് കഴിഞ്ഞ് ഗ്ലൂവാളും കരക്കിട്ട് വീണ്ടും ഒരു ഗ്ലൂവാളും കരക്കിട്ട് അടുത്ത ഡാമേജ് കൊടുത്ത് നോക്കുക. അത് കഴിഞ്ഞ് കിട്ടിലായിട്ടാണ് തലം കര ചാടി അങ്ങ് അടിയങ്ങ് പൊളിച്ച് ഷോട്ട് എംടം വെച്ച് അങ്ങനെ ആ റൗണ്ടും കാര്യമൊക്കെ എടുത്ത് അടുത്ത റൗണ്ട് വന്നപ്പോഴത്തേനും അവനാണ് കളി എടുക്കാൻ വേണ്ടി കത്തി എടുത്ത്. എനിക്കാണെങ്കിൽ കത്തി വെച്ച് സത്യം പറഞ്ഞാൽ കളിക്കാൻ അറിയത്തില്ല. ഞാൻ മാക്സിമം അത് എടുത്തെറിയാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ടച്ച് സൂചി കരയ്ക്ക് ഇട്ട് നേരെ ഒന്ന് അവനെ അടിച്ചങ്ങ് തീർക്കുകയാണ്. എറിഞ്ഞു കൊല്ലും ഗ്ലൂവാൾ കരയ്ക്ക് കിട്ടുമെങ്കിലും അതിന് മുമ്പ് തന്നെ ചാവും കാര്യം ചെയ്തായിരുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ 8ാമത്തെ റൗണ്ട് കരയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൗണ്ട് കരയ്ക്ക് കഴിഞ്ഞ റൗണ്ട് പോലെ തന്നെ അവന് കത്തി വെച്ച് കളിക്കാൻ അറിയാം. അതുകൊണ്ടാണ് എൻ്റെ കത്തി കരയ്ക്ക് എടുത്തത്. അതുകൊണ്ട് ഞാൻ ടാക്റ്റിക്കായിട്ട് പതുക്കെ കളിയെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ ഒരു ഫ്രീസും കാര്യങ്ങൾ അങ്ങോട്ട് എടുത്ത് എറിഞ്ഞിട്ട് ഞാൻ അവനെ നോക്കിയിരിക്കുകയാണ്. കാരണം അവൻ കയറി വരുമ്പോൾ അടിക്കുക എന്നൊരു പ്ലാനിങ് ആണ്. അപ്പോൾ അവനാണ് ഫ്രീസ് ഡാമേജ് കരയ്ക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന് നോക്കിയത് കഴിഞ്ഞാൽ അവൻ നിൽക്കുന്നത് കത്തി എടുത്ത് ചറ വരെ അങ്ങ് എറിയുകയാണ്. പക്ഷേ ഒറ്റ എറിവില്ല അവൻ്റെ ദേഹത്ത് കൊള്ളുന്നില്ല. അത് കഴിഞ്ഞാണ് നമ്മുടെ ടച്ച് സ്ക്രീൻ കരക്കിട്ട് നേരെ കയറി ചെന്ന് ബാക്കിൽ നിന്ന് കയറിയാൽ നോക്കുകയാണ്. പക്ഷേ ഒറ്റ അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. എനിക്ക് ഇവിടെ ഗ്ലൂവാടെ കരക്കിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ നമ്മൾ എറിഞ്ഞ് കൊന്നിട്ടുണ്ട്. അങ്ങനെ ഫൈനൽ റൗണ്ട് ആയിട്ടുണ്ട്. 4-4 വന്നിട്ടുണ്ട്. അപ്പം 9ാമത്തെ റൗണ്ട്. ഈ ഒരു റൗണ്ടിൽ ആരെടുക്കുക അവർ ജയിക്കും. അപ്പോൾ ഞാൻ അവൻ്റെ തല എനിക്ക് അവിടെ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് അടിക്കാൻ ഒരു പേടി, കാരണം അവൻ്റെ സ്നൈപ്പറാണ് സ്കോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. നേരെ നമ്മളൊരു ഫ്രീസ് അങ്ങനെ കിട്ടാൻ അവനൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് നോക്കി. അതിനുശേഷം ഇതിൻ്റെ ബാക്കിൽ കവർ എടുത്തിരിക്കുകയാണ്. അപ്പം അടിച്ച ഗണ്ണിൻ്റെ സൗണ്ട് കാണിക്കാൻ കേട്ട മനസ്സിലായി MA2B ആണ്. അപ്പോൾ അതിനുശേഷം അവനാണ് ഡെസേർട്ട് വെച്ച് നമ്മൾ നോക്കിയിരിക്കുകയാണ് അടിക്കാൻ വേണ്ടി. അപ്പോൾ ആണ് ആ ഫ്രീസ് കാണിക്ക് എടുത്തെറിഞ്ഞപ്പോൾ ഞാൻ നേരെ ഇവിടുന്ന് ഇപ്പുറത്ത് ഈ ഒരു ബോക്സിൻ്റെയൊക്കെ പുറകെ ആ ഒരു മരത്തിൻ്റെയൊക്കെ പുറകെ വന്ന് കവർ എടുത്തിരിക്കുകയാണ്. ആണെങ്കിൽ ഗ്രനേഡ് പിടിച്ചിരിക്കുക ഡെസേർട്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആണ് ആ ഫ്ലാഷ് മോബ് കാണിക്കുക ഇതുവരെ കയറി കിഡിലായിട്ട് MA2 വെച്ച് അവൻ്റെ തലങ്ങനൊക്കെ പൊളിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണടിച്ചു എന്ന് പറഞ്ഞ് കയറി തന്നെയാണ് കിഡിലായിട്ട് തലങ്ങനൊക്കെ പൊളിച്ച് അങ്ങനെ ഒരു ഗെയിം കാര്യം നമ്മൾ ബുയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ബൈ.